ഏയ്, നീ നിഹാരിയാമ്മേടാ വിളിച്ചോണ്ടിരിക്കുന്നേ. ഒരു പണിയില്ലാതെ ഇരിക്കുമല്ലേ അണ്ണാ, എന്തേലുമൊക്കെ തടയും. ലിഫ്റ്റ് ചെയ്ത് സംസാരിക്കണ്ണ. നമസ്കാരമുണ്ട് നിഹാരിയ മേഡം. അപ്പൊ നമ്മളെ ഒന്നും മറന്നിട്ടില്ല. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് കോളേജ് വെച്ചൊരുത്തന്റെ കാലൊടിച്ചതാ, പബ്ബിൽ വെച്ചൊരുത്തന്റെ കൈ ഒടിച്ചു. ഇത്തവണ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് മേഡം? പറഞ്ഞോ, അവനെ പറഞ്ഞയച്ചേക്കാം. ഒരു പെണ്ണാണ്. പെണ്ണോ? അതെ. പെണ്ണാണെങ്കിൽ മാഡത്തിന് തന്നെ അങ്ങ് ഡീൽ ചെയ്താ പോരെ? ഇപ്പൊ എനിക്കതിന് പറ്റാത്തോണ്ടല്ലേ നിന്നെ ഫോൺ ചെയ്ത് ഇത് പറയേണ്ടി വന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ മാഡം. എനിക്കും എന്റെ ഭാവി ഭർത്താവിനും ഇടയില് ആവിനി എന്നൊരുത്തി വലിയ തടസ്സമായിട്ടുണ്ട്. നാളെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അമ്പലത്തിലേക്ക് ശിവരാത്രി സെലിബ്രേഷന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഒരു ഡ്രാമ നടത്തുന്നുണ്ട്. അതില് നിങ്ങളും ആർട്ടിസ്റ്റ് ആയിട്ട് വരണം. എന്തൊക്കെയാ പറയുന്നത് മാഡം? ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് എന്തിനാ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ആ, പറഞ്ഞോ മാഡം. മനസ്സിലായല്ലോ അല്ലേ? കോൺസെപ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് മാഡം. എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. മാഡം പറഞ്ഞതുപോലെ ചെയ്ത് ആവണിക്കിട്ട് നമുക്ക് നല്ല പണി കൊടുക്കാം. പറഞ്ഞ സമയത്ത് അങ്ങ് എത്തിക്കോണം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കാം. ഓക്കെ മാഡം. എടാ, മാഡത്തിന് വേണ്ടി അവിടെ പോയി നാളെ നാടകം കളിക്കണം എന്നാ പറയുന്നേ. പൈസ കിട്ടിയ ഏത് നാടകവും കളിക്കാവണ്ണ. അവനി, നിനക്കൊരു പരാതി പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ നാളെ ഞാൻ നിന്റെ മുന്നിലേക്ക് ഒരു കാലനെ വിടാൻ പോവാ. ഗെറ്റ് റെഡി. शिवताण्डव शिवगङ्गा भैरवा शिवशङ्करा शिवताण्डव शिवगङ्गा भैरवा शिवशङ्करा. നാഗപൂജ നടക്കുമ്പോഴല്ലാതെ നാഗരാജൻ ഒരിക്കലും ദർശനം തരാറില്ല. എന്നിട്ട് ഇന്നിപ്പോ ദർശനം തന്നത് എന്തിനാവും? അപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെന്നർത്ഥം. നമസ്കാരമുണ്ട്. നമസ്കാരം തിരുമേനി. വന്നോളൂ അമ്മേ. അമ്മേ, ഈ കുട്ടി ആരാ അമ്മേ? ഇതുവരെ കൂടെ കണ്ടിട്ടില്ലല്ലോ. ഭാവി മരുമകളാണ്. ആണോ? അതേന്നേ, എന്റെയും ശ്രീകരേട്ടന്റെയും നിശ്ചയം വരെ കഴിഞ്ഞതാ. കല്യാണവും എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. അതുകൊണ്ടാ ഇവളെ മരുമകളായിട്ട് എനിക്ക് ലഭിച്ചത്. അപ്പോ ഞാൻ നിങ്ങളുടെ മരുമകളായത് നിർഭാഗ്യം കൊണ്ടാണെന്നാണോ അതിനർത്ഥം? എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? രാജാവിന്റെ രണ്ടാം ഭാര്യ കൊള്ളാന്ന് പറഞ്ഞ ആദ്യത്തെ ഭാര്യ കൊള്ളില്ലെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞു കൊടുക്കേ ചേച്ചി. എന്താടാ ഇത്? സമയവും സന്ദർഭമൊന്നുമില്ലേ? എന്നെ ഇതുപോലെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ അച്ഛാ? നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയില്ലേ മോളെ? അറിയാത്തവരും ഉണ്ടാവില്ലേ അച്ഛാ? ലാവണ്യക്ക് ഒരു പരിഗണന കിട്ടണ്ടേ അച്ഛാ? ഇങ്ങനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞാ എങ്ങനെയാ ശരിയാവുക? ക്ഷേത്രത്തിൽ വഴക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ശിവന്റെ സന്നിധിയിലെത്തി. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ശിവൻ വിഹരിക്കുന്ന ശ്മശാനത്തിലേക്ക് പോവാം. നമുക്ക് അകത്തേക്ക് പോവാമേ. വന്നോളൂ. ലാവണ്യ, എന്താ? ജനത്തിരക്ക് കൂടുന്നിടത്ത് വെച്ച്
നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോഴേ നിനക്ക് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ടാവൂ. ഈ മരുമകളെ കുറിച്ചും എല്ലാവരും സംസാരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും. ആ അത് ഇങ്ങോട്ട് വെച്ചോളാം. അമ്മേ, ഈ തവണ ശിവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ടമ്മേ. അതെന്താ തിരുമേനി? 144 വർഷങ്ങൾക്ക് ശേഷം ശനി ത്രയോദശി നാളിൽ വരുന്ന മഹാശിവരാത്രിയാണിത്. വളരെ മഹത്വമുള്ള ദിവസമാണ്. ഭക്തരെന്താഗ്രഹിച്ചാലും അത് അതേപോലെ തന്നെ നടക്കും. ഭഗവാനെ, എന്റെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാത്തതല്ല. ദുഷിച്ച ചിന്താഗതിയുള്ള നിഹാരികയുടെ തനി സ്വരൂപം എന്താണെന്ന് നീ ഇവർക്ക് കാണിച്ചു കൊടുക്ക. ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നാടകം കഴിയുമ്പോഴേക്കും ആവനി എന്ന ക്യാരക്ടറിനെ പൂർണ്ണമായി ഇല്ലാതാക്കണം. നിഹാരിയ മേഡം പറഞ്ഞിരുന്ന അമ്പലം ഇതാണ്. ഒരു സംശയം തോന്നാതെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മാഡത്തിനൊന്ന് വിളിക്കണ. അതാ മേഡം വരുന്നുണ്ടല്ലോ. നമസ്കാരം മേഡം. നമ്മുടെ ടാർഗറ്റ് ആവനി. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലായി മേഡം. കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ കയറണം. ആർക്ക് സംശയം ഒന്നും തോന്നരുത്. ശരി മേഡം. ആവണി എന്ന് തീർത്തിരിക്കും. സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ധരിക്കാനുള്ള കോസ്റ്റ്യൂം ഏത്? ബി കെയർഫുൾ. ഇതെന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എനിക്ക് പണിയാകരുത്. ശരി മേഡം. വാടാ. നാടകം കഴിയുമ്പോഴേക്ക് ആവനിയുടെ കാര്യം എന്തായാലും തീരുമാനാകും. ഇന്നിനിപ്പോ ഞാൻ തീയിലൂടെ ഇറങ്ങി നടക്കണമല്ലോ. അതെങ്ങനെ ഫേസ് ചെയ്യണോ എന്തോ. ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തല്ലേ പറ്റൂ. എന്ത് നടക്കുമെന്ന് നോക്കാം. അഗ്നികുണ്ഡം റെഡി ആയിട്ടുണ്ട് നിഹാരിക. തീക്കനലുകൾ എങ്ങനെ ഉണ്ടാവുക എന്നറിയോ? കാലൊന്ന് വെച്ചാ മതി,
കാല് പൊള്ളി പുളിയും. നിയമനിഷ്ഠകൾ പാലിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം ശിവൻ നോക്കിക്കൊള്ളും. നിന്നെപ്പോലുള്ളവരാണെങ്കിൽ ആ കനല് ചിലപ്പോ ആളിക്കത്തും. ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? അഗ്നികുണ്ഡം എന്ന പരീക്ഷണത്തെ എങ്ങനെ നേരിടാൻ ദൈവമേ എന്ന് പേടി തോന്നുന്നുണ്ടല്ലേ? നടന്നോളാം, കേറി ഇരുന്നോളാന്നൊക്കെ സമ്മതിച്ചു തന്നെ വന്നതല്ലേ? തയ്യാറായിരുന്നു. വളരെ സ്മാർട്ടായിട്ട് എന്നെ പെടുത്തിയേ. ഇനി എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. വേദവതിയുടെ വീട്ടിലെ പഴയ സമ്പ്രദായങ്ങൾ പാലിക്കാൻ കഴിയാതെ നരകിക്കുക. നശിച്ച ആചാരങ്ങൾ പാലിക്കാൻ കഴിയാതെ ടോർച്ചർ അനുഭവിക്കുക. ആ വേദവതിയുടെ തലയ്ക്ക് ഓളമായിട്ടാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ആചാരങ്ങൾ ആചരിക്കൂ? കാർത്തിക മാസത്തിന്റെ അന്ന് തണുത്ത ഒരു കുടം വെള്ളം എടുത്ത് കുളിക്കാൻ പറഞ്ഞപ്പോ ചൂടുവെള്ളം ഉണ്ടാക്കിയെടുത്ത് രക്ഷപ്പെട്ടു. മുന്നും പിന്നെ നോക്കാതെ എല്ലാം തുറന്നു പറയുകയാണല്ലോ. ഇനി നിഹാരികയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അവസാനം പോയി ഉത്സവത്തിന്റെ അന്നും ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. എപ്പോഴാ രക്ഷപ്പെടുക ഭഗവാനെന്ന് ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കഷ്ടോ! പബ്ബ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ എത്ര ഹാപ്പി ആയിട്ട് നടന്നതാ ഞാൻ. മോഡേൺ ഡ്രസ്സെല്ലാം ധരിച്ച് എത്ര കംഫർട്ട് ആയിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഞാനിപ്പോ ഈ സാരിക്കുള്ളില് കിടന്ന് നരകിക്കുക. ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടി ഇത് സഹിക്കാതെ എനിക്ക് പറ്റില്ല. ഈ കല്യാണം കഴിഞ്ഞ അടുത്ത നിമിഷം ഞാൻ ആരാ എന്താന്നൊക്കെ ആ വേദവതിക്ക് കാണിച്ചു കൊടുത്തോളാം. പണി ഞാൻ കൊടുത്തോളാം. ഈ നശിച്ച നിയമമൊന്നും പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തു എന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും. ജാതകം ഒത്തുവന്ന മരുമകളല്ലേ, എന്നെ ഒന്നും ചെയ്യില്ല. സഹിക്കാതെ വേറെ വഴിയില്ല. എന്റെ ശരിക്കുള്ള മുഖം അറിഞ്ഞു കഴിഞ്ഞാ ആ വേദവതിയില്ലേ, അവർക്ക് ഭ്രാന്ത് പിടിച്ച് ചത്തുപോവും. നിഹാരിക, നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? എപ്പോഴാ വന്നേ? എങ്ങനെ ഇതെല്ലാം കേട്ടെന്നൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കേട്ടു. അത് പിന്നെ അമ്മ, അത് ഞാൻ വെറുതെ അവനോട് തമാശക്ക് പറഞ്ഞെന്ന് മാത്രം. അതൊന്നും സത്യമല്ല. എടി ദുഷ്ടേ, ഇങ്ങനെ ആരെങ്കിലും വഞ്ചിക്കോ? അമ്മേ, അത് വായെടുക്കടി.
ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ നിന്നെ. ജാതകം ചേർന്നൊരു മരുമകളെ കിട്ടിയപ്പോ എത്രയോ സന്തോഷിച്ചവളാ ഞാൻ. ഈ നാടിനെ രക്ഷിക്കാൻ ഒരു മരുമകളെ കിട്ടിയപ്പോ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു എന്നറിയോ ഞാൻ. ഇങ്ങനൊരു വിശ്വാസവഞ്ചന കാണിക്കുന്ന മനസ്സിൽ വിചാരിച്ചില്ല. സത്യം എത്ര കാലം മറച്ചു വെക്കാന്ന് വിചാരിച്ചു. ഇനി എത്ര കാലം ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കാന്ന് നീ വിചാരിച്ചു. നിഹാരികയെ കുറിച്ച് എനിക്കും അവനിക്കും എന്നോ അറിയാമേ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ലെന്നും തെളിവുകൾ ചോദിക്കുമെന്നുള്ള ആ സംശയം കൊണ്ടാ പറയാതിരുന്നത്. മാത്രമല്ല, ഞങ്ങൾ പറയുന്നതിനേക്കാൾ നിഹാരിക തന്നെ അവളുടെ തനി സ്വരൂപം പുറത്തു കാണിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇതുവരെയും കാത്തിരുന്നത്. അവസാനം ആ ശിവൻ തന്നെ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അമ്മേ, ഇതെല്ലാം അവനി വേണമെന്ന് വിചാരിച്ച് പറയുന്നതാ. എന്നെ ദേഷ്യം പിടിപ്പിച്ച് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ അമ്മ. സ്ക്രീന് കീറിപ്പോയാ പിന്നെ ഏത് സിനിമ ഇട്ടാലും ഒന്നും കാണാൻ പോകുന്നില്ലല്ലോ. അതുപോലെ നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിഹാരിക. നിന്നെ തലയിൽ വെച്ച് നടന്നതാ. നാട്ടുകാർക്ക് നിന്നെ കാണിച്ചു കൊടുത്തതല്ലേ. അടുത്ത തലമുറയ്ക്ക് നന്മ ചെയ്യാനുള്ള മരുമകളെ ലഭിച്ചെന്ന് ഒരുപാട് സന്തോഷിച്ചതാ, ഒരുപാട് അഭിമാനിച്ചതാ. വിശ്വാസം തകർത്തില്ലേ നീ? തെറ്റ് പറ്റിപ്പോയി. ഈ ഒരൊറ്റ തവണ എന്നോട് ക്ഷമിക്കണം. നിന്നെ പോലെ ഒരാളോടൊന്നും ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ മാറിക്കോളാം. നിങ്ങളുടെ വീടിന് ചേരുന്ന മരുമകളായിക്കോളാം. ഒരൊറ്റ അവസരം കൂടി എനിക്ക് തരണം. നിന്നെ പോലുള്ളവരൊന്നും മാറില്ല. പാവം, അങ്ങനെയൊക്കെ ചോദിക്കുന്നതല്ലേ. ഒരവസരം കൂടി കൊടുത്തൂടെ മുത്തശ്ശ? നീ വാ തുറക്കരുത്, വാ തുറക്കരുതെന്ന്. ഇങ്ങനെയുള്ളവർക്ക് അവസരം കൊടുത്താ ഇനിയും നമ്മൾ പറ്റിക്കപ്പെടും. ശ്രീകരേട്ടനെ പ്രേമിച്ചു പോയി. എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്ന്. ശ്രീകരേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അമ്മ. നിഹാരിക അങ്ങനെ വേണ്ടാന്ന് വെച്ചാ വീണ്ടും ജാതകം ചേരുന്ന ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ അമ്മേ? അതെ അമ്മേ, തെറ്റുപറ്റിപ്പോയില്ലേ. പാവം, ചെയ്ത തെറ്റിന് അവൾക്ക് കുറ്റബോധം ഉണ്ടല്ലോ. ഒരവസരം കൊടുത്തൂടെ? എല്ലാവരും തെറ്റ് ചെയ്യുമല്ലോ, കള്ളവും പറയില്ലേ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാൻ പാടില്ല, ക്ഷമിക്കണമെന്നാ. മറ്റൊരു നിഹാരികയെ ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല. ഈ നിഹാരികയെ മാറ്റിയെടുക്കാം. അതെങ്ങനെ ശരിയാവും? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കുഴിയിൽ ചെന്ന് ചാടുവോ? ജാതകം ചേരുന്നുണ്ടെന്ന് മാത്രം കരുതി ഇങ്ങനൊരു വഞ്ചകയോടൊപ്പം അമ്മ എന്റെ കല്യാണം എങ്ങനെയാ നടത്തുക? നമ്മൾ എത്ര മറച്ചു വെച്ചാലും നിഹാരികയുടെ സ്വഭാവം നാളെ ജനങ്ങൾ അറിയാതിരിക്കുവോ? എന്റെ മകൻ പറഞ്ഞതാ സത്യം. നീയും ശ്രീകറുമായിട്ടുള്ള കല്യാണം നടക്കില്ല. ജാതകം ചേരുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു ഭാഗ്യമില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചോളാം. നാട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിച്ചോളാം. നിന്നെ പോലെ ഒരാളെ ഞാൻ എന്റെ മരുമകളായി എന്റെ വീട്ടിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. അങ്ങനെ പറയരുതമ്മ. അമ്മയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി ഒരു നിമിഷം പോലും എന്റെ കൺമുമ്പിൽ കാണരുത്. ഇറങ്ങി പോയിവിടുന്ന്. ഇറങ്ങ്, പോവാൻ. നിഹാരിക, എന്തു പറ്റി? അമ്മ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഞാൻ നല്ല കുട്ടി ആയിക്കോളാം. ഈ ഒരൊറ്റ തവണ എന്നോട് ക്ഷമിക്കമ്മ. നിഹാരിക, ആരോടെ ഈ സംസാരിക്കുന്നേ? അവിടെ ആരാ ഉള്ളത്? ഓ മൈ ഗോഡ്, അപ്പോ നടന്നതൊക്കെ എനിക്ക് തോന്നിയതാ. ഷിറ്റ്. എന്തു പറ്റി മോളെ? ഗൗതമി, എന്നെ കുറിച്ച് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നതായും അത് കേട്ട് അമ്മ എന്നെ പുറത്താക്കുന്നത് പോലെയും തോന്നി എനിക്ക്. എന്റെ ശരിക്കുള്ള സ്വഭാവം വേദവതി അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ ഈ സ്വപ്നം സത്യമാകും ഡാഡി. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ദിവസം ചെല്ലുന്തോറും നിനക്കിങ്ങനെ വട്ടുപിടിക്കുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നും മോളെ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്ന മോളെ? അതെ മോളെ, ഞങ്ങൾ പറയുന്ന കേക്ക്. ശ്രീകരേട്ടനെ മറന്നിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാലോചനയ്ക്ക് ഓക്കെ പറഞ്ഞു എന്ന് മാത്രം പറയരുത് ഡാഡി.